വിദ്യ പ്രസവിച്ചിട്ട് ഇത്രയും ദിവസമായില്ലേ? കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ തള്ള ഇതേവരെ ചെന്നില്ലല്ലോ. ശാന്തേട്ടൻ ചേച്ചി ആ വീട്ടിലേക്ക് എങ്ങാനും കൂട്ടിക്കൊണ്ടു പോയാൽ ആ തള്ള ചേച്ചിയും കുഞ്ഞിനെയും കൊല്ലാക്കൊല ചെയ്യും. നമുക്ക് വിദ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പട്ടിണിയാണെങ്കിലും 1-2 മാസം മനസമാധാനമായിട്ട് അവർക്ക് ഇവിടെ കഴിയാമല്ലോ. നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ആശുപത്രിയിലെ ബില്ല് നമ്മൾ കൊടുക്കണം. അതിനുള്ള വഴിയൊന്നും കാണാതെ ഈശ്വര, വിദ്യയുടെ ആദ്യത്തെ പ്രസവമല്ലേ, എല്ലാ ചെലവും നമ്മൾ തന്നെ നോക്കണം. അതൊന്നും അറിയാഞ്ഞിട്ടാണോ? ഈശ്വര, എന്റെ തയ്യൽ മെഷീൻ വിറ്റ എത്ര രൂപ കിട്ടും? സാരമില്ലമ്മേ, പ്രസവ ചെലവ് കൂടി നോക്കാതെ അങ്ങോട്ട് പറഞ്ഞയച്ച വിദ്യ ആ തള്ള എവിടെ കിടത്തി പൊറപ്പിക്കില്ല. നിനക്ക് ആകെ കൂടിയുള്ള ആശ്രയമല്ലേ മോളെ ആ തയ്യൽ മെഷീൻ? അതും കൂടി. അമ്മേ, ആദ്യം വിദ്യയെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ അമ്മേ, നീ തനിച്ചുള്ള മോളെ? ശ്രീനി വന്നില്ലേ? ഇല്ല. എന്താ മോളെ പ്രശ്നം? വഴക്ക് വല്ലതും? അതാണേലും വേണ്ടില്ലായിരുന്നു. അമ്മയ്ക്കറിയോ, ഞാൻ അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ശ്രീനിയോട് പറയുന്നതാ നമുക്ക് വേറെ മാറി താമസിക്കാന്ന്. ശ്രീനി ഇത് കേൾക്കണ്ടേ? എനിക്ക് ആ തള്ളയുടെ കൂടെ താമസിക്കാൻ വയ്യ. പിന്നെ ഞാൻ എന്തുണ്ടായി കൊടുത്താലും ശ്രീനിക്ക് അത് ഇഷ്ടമല്ല. അമ്മ എന്തുണ്ടായി കൊടുത്താലും അമൃത ശമ്പളം കിട്ടിയാലും അമ്മയുടെ കയ്യിൽ കൊടുക്കും. അത് നീ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കോ? നന്നായി. ആട്ടെ, ആ അമ്മയും മോളും നിന്നോട് എങ്ങനെയാ? അവിടെ അമ്മായിയമ്മ അല്ല എന്നോട് പോരെടുക്കുന്നത്, ശ്രീനിയാ. ചുമ്മാതിരുന്നാ തടി വെക്കുമെന്നും പറഞ്ഞ് എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്റെ മോക്ക് അവിടെ പോയി കിടന്ന് അടിമപ്പണി ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനേ അവനിങ്ങി വരട്ടെ. ഇങ്ങോട്ടൊക്കെ ദേ മോളെ, അച്ഛൻ വന്നിരിക്കുന്നു. വേറെ എങ്ങാണ്ട് പോയപ്പോ വഴിതെറ്റി വന്നതാ. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മോള് പനിനീര് തെളിച്ച് സ്വീകരിച്ചതാ. ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ലെങ്കിൽ ആ ഷർട്ട് ഒരുത്താ, ഞാൻ കഴുകിയിടാം. മോനിന്ന് ജോലിക്ക് പോയില്ലേ? ലീവ് എടുത്തു. വിദ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ശാന്തട്ടമ്മ, അകത്തേക്കിരിക്കാം. കുഞ്ഞിന്റെ ദേഹത്ത് ഒരു തരി പൊന്നുപോലും ഇല്ലാതെ എങ്ങനെയാ പറഞ്ഞേക്ക? അല്ല, ഇതാരാ? വാ വാ, അകത്തേക്കിരിക്കാം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ശ്രീനി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ശ്രീനി ഇതിന്റെയൊക്കെ അർത്ഥം? നീ കുടുംബത്തിൽ പറഞ്ഞവനാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. 2 ആഴ്ചയല്ലേ പ്രസന്ന അങ്ങോട്ട് വന്നിട്ട്. അവള് ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് നീ അന്വേഷിച്ചോ? ആരോടും ചോദിക്കാതെ ഇറങ്ങിപ്പോയതില്ലേ അവള്. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അറിയാം. അവളെ ഇങ്ങോട്ട് അയച്ചതേ അടിമപ്പണി ചെയ്യിക്കാനൊന്നും അല്ല. എന്റെ ഭാര്യ എന്ന് പറയുന്നവള് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ തന്നെ കഴിയണം. കൊച്ചമ്മ ചമഞ്ഞ് ബെഡ്റൂമിൽ കാലുമേ കാലും കയറ്റി ഇരിക്കാനല്ല ഞാൻ അവളെ കെട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേ പെണ്ണ് കെട്ടിയെന്ന് കയറി ഭാര്യയോട് മാത്രമല്ല എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ അമ്മയ്ക്കും മോക്കും മറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അതിവിടെ വിലപ്പോവില്ല. നിന്റെ വാചകമൊന്നും കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. എവിടെ കാര്യത്തിന് എന്താ ഒരു തീരുമാനം? അവക്കിവിടെ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് ഞാൻ തന്നെ അവളോട് ചോദിക്കാം. എന്തു പറയുന്നു? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ കൂടെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ നിനക്ക്? ഇനി തോന്നുമ്പോ പെട്ടിയെടുത്തിറങ്ങി പോകും നീ? ഇല്ല. നീ അവളെ തല്ലിയതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്? ഇന്നേ വരെ ഞാൻ എന്റെ മോളെ നുള്ളി നോവിച്ചിട്ടില്ല, അറിയാവോ? ആ, അതിന്റെ കുഴപ്പമായി കാണുന്നത്. ആ, പെട്ടിയെടുക്ക. നിക്ക്, പോണിയത്ത്. ആ, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അടി കിട്ടാത്തുള്ള കുഴപ്പമായത്. അനുസരണം എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നല്ല അടി കിട്ടിയാൽ ഏത് പെണ്ണാ ഒതുങ്ങാത്തത്? ആ അമ്മേ, ഊണ് കഴിച്ചിട്ടേ പോകാവൂ. അയ്യോ, കണ്ണെരിയുന്നു. നാശം പിടിക്കാൻ മര്യാദക്കൊന്ന് കത്തിക്കേ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെയും തള്ളയും കൂടെ കൊണ്ടുവന്ന് ആക്കിയേച്ച് പോയിരിക്കുക. കടുകുമണി പോലത്തെ 2 കമ്മല്. നാണം കെട്ട നാറികള്.
കൊച്ചിന്റെ പേരും പറഞ്ഞ് നീ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. ഇവിടെ കിടന്നു കരയല്ലേ. ദാ ദാ കണ്ടാ ഞാഞ്ഞൂരൂല ഇരിക്കുന്നത്. എവിടുന്ന് വരുന്നു ഈ ശബ്ദം വെച്ചേ? ഈ നരകത്തിൽ നിന്നൊന്നും മാറിയാ മതിയായിരുന്നു. ഭാഗം മേടിച്ച് മാറാന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നീ കുറച്ച് ദിവസം കൊണ്ടൊന്ന് ക്ഷമിക്കേ. ഞാൻ ചേട്ടനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ മലയൊന്നും മറിക്കണ്ട. ബാക്കിയുള്ളവർക്ക് ചെവിതല ഇട്ട് കിടക്കണം. അയ്യോ കീറാ കീറാ കീറാ. അതിന്റെ അണ്ണാക്രാന്ത് വല്ലതും എടുത്ത് വെച്ചു കൊടുക്ക്. ഇങ്ങനെയുണ്ടോ ഒരു കൂവല്? നാശം. പൊന്നു മോളെ ഒന്ന് കരയാതെ. എന്ത് പാവം ചെയ്തിട്ടാ നീ ഈ നരകത്തിൽ ഒന്ന് ജനിച്ചത്? കരയാതെ മോളെ, കരയാതെ. വേണ്ട വേണ്ട വേണ്ട. അച്ഛനും മോക്കും കളിക്കാൻ കണ്ടൊരു നേരം പാതിരാത്രിയായി. അമ്മയുടെ ഒരു അസൂയ കണ്ടില്ലേ മോളെ? വായി തോന്നിയ പേര് വിളിച്ചാ മതിയോ? മോക്ക് നല്ലൊരു പേരിടണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ, നല്ലൊരു പേരിടാം. എന്തിനാ എന്നെ വിളിച്ചത്? നാളെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരും. എന്താ പെട്ടെന്ന്? ഇവിടുന്ന് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കാൻ വേണ്ടിയാ. അകലെ എവിടേക്കെങ്കിലും. അവിടെ ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്താൽ മതിയല്ലോ. നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാം. മോനെ ഓടല്ലേ? വാ. വിദ്യ ഇവിടെ അടുത്താണല്ലേ താമസം? അതെ. പ്രശാന്തിന് സുഖമാണോ? ഇതാ എന്റെ വീട്. മോനാ രാജേഷ്. ദേ ഒന്ന് നിന്നേ. നീ ആ കുറുപ്പിന്റെ മകളല്ലേ? അതെ. യവന് വലിയൊരു വീടോടെ കിടക്കുമ്പോ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കുന്ന ഉദ്ദേശം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവള് പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഇവിടെ തന്നെ വീടെടുത്ത് താമസിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒരു കുഴി ചാടി ചാകാതിരുന്നതല്ലേ? ഒന്ന് നിർത്താമോ? ഇവിടെ എന്നെ നാറ്റിക്കണോ? വിദ്യ ഒരു കുടുംബമായിട്ട് ജീവിക്കാണ്. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം തകർക്കരുത്. ഓ, ഇവനെ അവള് ചത്താലും വെള്ളുന്ന തോന്നേ. നിങ്ങൾ വാ. അമ്മേ മിണ്ടിപ്പോവരുത്. നിന്റെ രഹസ്യക്കാരനെ വീട്ടിനടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞങ്ങളാരും അറിയത്തില്ലെന്നാണോ വിചാരം? എത്ര നാളാണ് തുടങ്ങിയിട്ട്? അമ്മേ ഇപ്പോഴൊന്നും അറിയിക്കണം. വല്ലവന്റെ കൊച്ചിനെ വളർത്താൻ ഇവിടെ പറ്റത്തില്ല. എല്ലാരും തമ്മിൽ തല്ലിച്ച് നാനാ വഴിയാക്കിയിട്ട് കാമുകന്റെ കൂടെ പൊറുക്കാവുന്നായിരിക്കും. എന്താണ് നിന്ന് മോങ്ങുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? പ്രശാന്തൻ ഇവിടെ വരുമ്പോ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. ഇറങ്ങടി, ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങടി. എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടല്ലേടി എന്റെ ദൈവം ഇപ്പോഴെങ്കിലും എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നത്. പരപുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്നവള് എവിടെ ചെന്നാലും ആ തരവഴി കാണിക്കാതിരിക്കൂടി. ഇങ്ങോട്ട് വാടി. എന്റെ മോൻ അതുകൊണ്ടല്ലേടി നാട് വിട്ടത്. ഞാനും എന്റെ പാവപ്പെട്ട മക്കൾ ഈ നാട്ടുകാരുടെ മുൻപിൽ ഇനി എങ്ങനെ നോക്കടി? ഇറങ്ങടി എന്നെ. ഇനി ഒരു നിമിഷം തന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോ. പോകാനല്ലേ പറഞ്ഞത്? അവിടെ ഒരു പൂങ്കണ്ണീര് കണ്ടില്ലേ? എവിടെയെങ്കിലും പോയി ചത്തു കൊലേടി. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്താ മോനെ നീ വല്ലാതിരിക്കുന്നത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞതെല്ലാം ഒരു പേക്കിനവായിട്ട് കരുതിയാ മതി. നീ ചെറുപ്പവാ. ഇനിയും നിനക്കൊരു നല്ല ജീവിതമുണ്ട്. ആ സുലോചന ഒരു പാവം പെണ്ണ. ഒരഹങ്കാരമോ പൊങ്കച്ചമോ ഒന്നുമില്ല. നല്ല സ്നേഹമുള്ള കൊച്ച.
ഇനി അവള് വിവാഹം കഴിക്കുന്നെങ്കിൽ നിന്നെ മാത്രമേ കഴിക്കത്തുള്ളെന്ന് അവള് പറയുന്നത്. വിദ്യയായിട്ടുള്ള ബന്ധം ഒഴിയുന്നത് വരെയൊന്നും കാത്തിരിക്കണ്ട. സ്ത്രീധന തുകയായിട്ട് അവര് 30 പവന്റെ ആഭരണവും 50,000 രൂപ. മതി, അത് വാങ്ങി പെട്ടിക്കകത്ത് വെക്കാനായിരിക്കും അമ്മ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്. സഹിക്കാവുന്നതിനപ്പുറം ഞാൻ സഹിച്ചു. നട്ടല്ലില്ലാത്തവൻ ഭീരു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ആക്ഷേപിച്ചപ്പോഴും പെറ്റ തള്ളയെ തള്ളി പറയാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് അമ്മ പറഞ്ഞതൊന്നിനും ഞാൻ എതിരെ നിൽക്കാതിരുന്നത്. വിദ്യയുടെ ഗർഭം അലസിപ്പിച്ചതും അവളെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതും കള്ളക്കഥകളുണ്ടാക്കി അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതൊക്കെ ഞാൻ സഹിച്ചത് എന്നെങ്കിലും ഒരിക്കലും എല്ലാം കലങ്ങി തെളിയുന്ന വിശ്വാസത്തിലായിരുന്നു. പണത്തിന് വേണ്ടി ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയെ കെട്ടണമെന്ന് അമ്മയുടെ മനസാക്ഷി ഉണ്ടല്ലോ, സമ്മതിച്ചേ പറ്റൂ. എന്നെങ്കിലും അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ഞാൻ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേടാ മോനെ. വേണ്ട, ഇനി ഈ അഭിനയൊന്നും എന്റെ അടുത്ത് ചെലവായില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നാണോ നീ പറയുന്നത്? അതെ, ഈ വീട്ടിൽ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അമ്മ തന്നെയാണ്. നിന്റെ തെറ്റിദ്ധാരണ മാറ്റാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആഹാ, അത് ശരി. നിന്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ പ്രദീപ് മോന്റെ വീട്ടിൽ ചെന്ന അവൻ എന്നെ പൊന്നു പോലെ നോക്കും. മോനെ, ആഹാ, അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? ആ പ്രശാന്തൻ ശരിയല്ല മോനെ. അവൻ പറയാ അവനെയും വിദ്യയും തമ്മിൽ തെറ്റിച്ച് അവന്റെ ജീവിതം നമ്മൾ നശിപ്പിച്ചെന്ന്. ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ, എന്റെ പട്ടി പോവും. ആഹാ, അമ്മ അപ്പൊ ഇവിടെ സ്ഥിരതാമസത്തിന് ഒന്നാണോ? അതേ മോളെ, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ദേ, തള്ള എന്റെ അടുത്ത് എന്തെങ്കിലും വെളച്ചിൽ കാണിച്ചാലേ ആട്ടി പുറത്താക്കാൻ ഞാൻ പറഞ്ഞേക്കാം. വാമേ, ഹായ് മുത്തശ്ശി. ഹലോ, ഹൗ ആർ യു സീറ്റി? ഫൈൻ മുത്തശ്ശി. മുത്തശ്ശി കാനഡയിൽ പോയി 6 മാസം നിന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇംഗ്ലീഷൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ ഇംഗ്ലീഷ് പെട്ടെന്ന് കേച്ച് ചെയ്തു. വളരെ ഈസി അല്ലേ? അവിടെ എല്ലാവരോടും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ചേരെ തിന്നണ നാട്ടിൽ ചെന്ന ചേരേരും നടുനുക്ക് തിന്നണല്ലേ ചൊല്ല്, അല്ലേടാ? പിന്നെ ഇവിടുന്ന് പോകുമ്പോ മുത്തശ്ശിയുടെ മുടി വെളുത്താണല്ലോ ഇരുന്നത്. ഇപ്പൊ എങ്ങനെ കറുത്തത്? ഞാൻ കാനഡ ചെന്നപ്പോ അവിടെ എല്ലാവർക്കും വെളുത്തമോ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേ അടിച്ചു. മുത്തശ്ശി അകത്തേക്ക് ഇരിക്കാം. മുത്തശ്ശി ഇന്നലെ ഓരോന്നല്ലേ പറഞ്ഞത്? യെസ്, ഓഫ് കോഴ്സ്. പിന്നെന്തു പറ്റി? ഞാൻ ഇന്നലെ ഈവനിങ് ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തി. അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല. ഇന്ന് മോർണിംഗ് ഇവിടെ എത്തി. ഇതാരാ? ഇവിടുത്തെ പുതിയ സർവന്റ് ആണോ? അമ്മേ, പ്രദീപിന്റെ അമ്മയാ. ഓഹോ, വനഞ്ചാര മദറല്ലോ. സോറി സോറി, എനിക്ക് മനസ്സിലായില്ല. ഗ്ലാഡ് ടു മീറ്റ് യു. ആരാ മോളെ ഇത്? എന്റെ മുത്തശ്ശിയാ. വിശേഷമൊക്കെ പിന്നെ പറയാം. നീ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. യാ, എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, കൂൾ ഡ്രിങ്ക്സ് എടുത്താൽ മതി. നമുക്ക് മുകളിലിരിക്കാം. പറഞ്ഞത് കേട്ടില്ലേ? നോക്കി നിൽക്കാത്ത ഫ്രിഡ്ജിൽ നിന്ന് 3 കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ടോ. ഫ്രിഡ്ജിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കൊടുത്താലും മതി. ബൈ ദ ബൈ, നിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? പ്രദീപ്. മിസ്റ്റർ പ്രദീപിനെ കണ്ടില്ലല്ലോ. ഓഫീസിൽ പോയിരിക്കാ, വൈകിട്ടേ വരൂ. ഐ സി. വനജ മോളെ, നിന്റെ മാരേജ് കഴിഞ്ഞിട്ട് കാലം കുറേ ആയില്ലേ? എന്നും ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടന്നാ മതിയോ? കുട്ടികളൊന്നും വേണ്ടേ? ഇവളുടെ തലയിലെഴുത്ത് അങ്ങനെയായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലമ്മേ. പല ഫേമസ് ഡോക്ടേഴ്സിനെയും കണ്ടു. പ്രദീപിന്റെ കുഴപ്പമാണെന്നാ എല്ലാരും പറഞ്ഞു. വനജയുടെ കുഴപ്പമാണെന്നാണല്ലോ പ്രദീപ് പറഞ്ഞത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, കൂടുതൽ വാചം അടിക്കണ്ട. അടുക്കളയിലോട്ടിയല്ലേ. തീരെ കൾച്ചറില്ലാത്ത സ്ത്രീയാണല്ലോ. ഇത്രയ്ക്ക് പുവർ ഫാമിലി ആയിട്ടാണോ നീ ബന്ധം പിടിച്ചത്? ചേച്ചേ, വെരി ബാഡ്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഓഫീസിലേക്ക് ഒന്ന് പോകണം. നിങ്ങൾ വിശേഷം പറഞ്ഞിരിക്കും.